അപ്പുറത്ത് മാറ്റി വെക്കാം. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, രാജ്യത്തിന്റെ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോട്ടായി 2 മേഖലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളും ജനാധിപത്യ സംവിധാനത്തിൽ ഏറെ പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് കാണുന്ന ഇന്ത്യ രാജ്യം ഇതുപോലെ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഇന്ത്യ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയേറെ വിരുദ്ധത, കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ ഒരു അന്യരാജ്യത്തെ, ശത്രുരാജ്യത്തെ ജനങ്ങളെ പോലെ ഈ കേരളത്തെ കാണുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ ഈ 2 സമീപനത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെയും ഈ കേരളത്തിലെ ജനങ്ങളെയും സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്ത് ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഈ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവിടെ നമ്മൾ ഈ പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരിച്ച് ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തോട് പ്രതിരോധത്തിന്റെ നെടുങ്കോട്ടകൾ തീർക്കുന്ന സിപിഐഎമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയാണ്. ആ സഖാവിന് വളരെ വിനയത്തോടുകൂടി, വളരെ ആദരവോടുകൂടി സീതാറാം യെച്ചൂരി, ജനറൽ സെക്രട്ടറി സിപിഐഎം ഇനാഗ്രേറ്റ് കോട്ടായി പഞ്ചായത്ത് റാലി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ പൊന്നാടി അടിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള സഖാവ് വി മോഹനോട് അഭ്യർത്ഥിക്കും. അദ്ദേഹത്തിന് ചെമ്പൈയുടെ നാട്ടിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഒരു ഫോട്ടോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ചെമ്പൈയുടെ കൗൺസിലറായിട്ടുള്ള ശ്രീ സുരേഷിനെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും നമ്മുടെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയുമായിട്ടുള്ള സഖാവ് കെ രാധാകൃഷ്ണനും അദ്ദേഹത്തെയും ഈ തെരഞ്ഞെടുപ്പ് റാലിക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന
പാർട്ടിയുടെ ആരാധനായിട്ടുള്ള നേതാവ് സഖാവ് CK ആറിനെ വേറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ തരൂർ മണ്ഡലം സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള സഖാവ് TN ശശിയെ വേറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും നമ്മുടെ തരൂരിന്റെ പ്രിയപ്പെട്ട MLA-യുമായിട്ടുള്ള സഖാവ് സുമോദിനെ വേറെ സ്നേഹത്തോടു സ്വാഗതം ചെയ്യുകയാണ്. സഖാവ് സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഒറ്റപ്പാലത്തിന്റെ പ്രിയപ്പെട്ട MLA-യുമായിട്ടുള്ള സഖാവ് പ്രേംകുമാറിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് രാമചന്ദ്രനെ വേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് എസിന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സലിംകുട്ടിയെ വേറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. RJD നേതാവായിട്ടുള്ള ശ്രീനാരായണനെ വേറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. തരൂർ മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള CPI നേതാവായിട്ടുള്ള ശ്രീ വാസുദേവൻ തിരുവാതിരത്തിന് വേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേജിലുള്ള പാർട്ടിയുടെ കൊഴമന്നം ഏരിയ സെക്രട്ടറി സഖാവ് A. അനിലാനന്ദനെ വേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള മറ്റു മുഴുവൻ നേതാക്കന്മാരെയും വേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ പങ്കുചേരാനും ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം ശ്രദ്ധിക്കാനും എത്തിയിട്ടുള്ള ഇന്നാട്ടിലെ എല്ലാ ബഹുജനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും വേറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ തരൂർ മണ്ഡലം സെക്രട്ടറി സഖാവ് TN ശശിയോട് അഭ്യർത്ഥിക്കുക. അധ്യക്ഷ പ്രസംഗമില്ല. രണ്ടാമത് കാരണം, ഒന്ന് നേതാക്കൾ ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. രണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഉദ്ഘാടകൻ അദ്ദേഹത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് പ്രേംകുമാർ എത്തിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് ഒരു പരിപാടി കൂടി പങ്കെടുക്കാനുണ്ട് എന്നുകൊണ്ട് വേഗം നമുക്ക് ക്ഷണിക്കാനുണ്ട്. ഡിയർ ലീഡർ, CPM ജനറൽ സെക്രട്ടറി കോൺഗ്രസ് സീതാറാം യെച്ചൂരി cordially invited to inaugurate the Kotai Panchayat LDF rally held as part of the election. Thank you. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മലയാളം അറിയില്ല, മാതൃഭാഷ തെലുങ്കാണ്. അതിതാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. MLA will translate. So I'm very happy to be in Kotai. The birthplace and the workplace of Shambai Vaidyanath Bhagavatar, who was a great exponent of Karnataka music, and the three, what we call the Trimurti of Karnataka music, Tyagaraja, Shyama Shastri and Muthuswami Dikshitiyar. All three of them composed their compositions in my mother tongue Telugu. So Telugu and Karnataka music are very, very deeply intertwined. So I'm very happy to be here in Shabbai's own hometown and to receive this is the photograph of his from his grandson. പ്രിയമുള്ളവരെ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ മാതൃഭാഷ തെലുങ്കാണ്, അതുകൊണ്ടാണ് മലയാളത്തിൽ പ്രസംഗിക്കാത്തത്. ഇവിടെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം, ചെമ്പയുടെ ജന്മനാട്ടിൽ, അദ്ദേഹത്തിന്റെ കർമ്മനാട്ടിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. കർണാടക സംഗീതത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന, ത്രിമൂർത്തികളായിട്ടുള്ള ത്യാഗരാജ ഭഗവത്, ശ്യാമശാസ്ത്രി, മുത്തുസ്വാമി ദീക്ഷിതർ എന്നിവരുടെ അവരുടെ എല്ലാം കർമ്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ മണ്ണിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെവരെയും അറിയിക്കുകയാണ്. So Kotai is a place of very high culture, and it is also a place where culture is not confined to only the upper caste, because Shambai trained Yeshudas of a different than the lower caste, and he was the guru of Yeshudas, and therefore you come from a very progressive tradition. And your traditions in Shambai today require that you will have to ensure that India, with all this diversity that we are talking of, that India is preserved
which means that this BJP that is today trying to create one country, one language, one culture, which is their slogan, that has to be defeated. Otherwise, this entire richness of our diversity, of the three Karnataka or deities writing and composing in Telugu language, though their own mother tongue is a different language, and Chamba here with Malayalam as his mother tongue, actually popularizing that Karnataka music, that diversity, that richness will be lost if this sort of a philosophy of one country, one language, one culture, if that is imposed. That has to be defeated. And that is why my appeal to all of you here is the best force that can defeat and uphold this diversity and richness of India is the left and the Left Democratic Front. And so Comrade Radhakrishnan, K. Radhakrishnan is best suited to serve this purpose in the Parliament, and I'm appealing to you to vote him in a large margin. ചമ്പയിൽ ഉയർന്ന ജാതിയിലാണ് പിറന്നതെങ്കിലും ജാതി വ്യത്യാസമില്ലാതെ യേശുദാസിന്റെ ഗുരുവാകാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. ഇത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. BJP പരിശ്രമിക്കുന്നത് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്നത് നടപ്പിലാക്കുന്നതിനാണ്. രാജ്യത്തിന്റെ വൈവിധ്യവും വ്യത്യസ്തതയും ബഹുസ്വരതയും നമുക്ക് സംരക്ഷിക്കാനാകണം. ഇത് തെലുങ്കിലേക്ക് കർണാടക സംഗീതത്തിൽ മൂർത്തികളുടെ സംഭാവനയുടെ ഭാഗമായി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്പയിൽ ഉയർത്തിപ്പിടിച്ച വൈവിധ്യത്തെ നമുക്ക് സംരക്ഷിക്കാനാകണം. ഈ നാട് അത് ഉറപ്പുവരുത്തണം. വൈവിധ്യങ്ങൾക്ക് മേലുള്ള ഏകതയെ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളെ നമുക്ക് പരാജയപ്പെടുത്താനുമാകണം. അതിന് വൈവിധ്യങ്ങളെ സംരക്ഷിക്കാൻ, ബഹുസ്വരതയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് കെ. രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് നമുക്ക് പറഞ്ഞയക്കുകയും വേണം. That is why today many people will say that these forces, the BJP and its leader Narendra Modi, has to be defeated. But then who is the best suited to defeat them? And that is the question, unfortunately, that is being posed by the UDF leaders and the Congress leaders against the left, saying that the left is not very strongly critical of Modi and does not criticize Modi and his policies. This is the charge that they level against us. But what is the reality? You take issue by issue, whether it's the question of the Citizenship Amendment Act, which was the first party that opposed it both inside the parliament and outside, which was the first party that actually led the protests in Delhi and the leaders were arrested, including me, of the CPI. Where was the other Congress party at that point of time in opposition to the CAA? Even today, what is their position? So opposing Modi means opposing the policies of Modi. We in politics don't believe in individuals. We don't believe in ABC. We believe in what are the policies they are following and what is the implication of that for the country and the people. And it is on the basis of that we take our stand. There are many more issues. I'll continue after the transition. BJP മോദി ഗവൺമെന്റിനെ പരാജയപ്പെടുത്തണം. അതിനാർക്കാണ് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് രാജ്യം ഉയർന്നു വരുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഇടതുപക്ഷമാണ് മോദിയുടെ നയങ്ങളെ ശക്തമായി പ്രതിരോധിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം മുന്നോട്ട് വെച്ച സന്ദർഭത്തിൽ പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിന് ഇടതുപക്ഷം നേതൃത്വം നൽകിയിട്ടുണ്ടായി. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഞാൻ ഉൾപ്പെടെ അറസ്റ്റ് വരിക്കപ്പെട്ട സാഹചര്യമുണ്ടായി. അപ്പോഴെല്ലാം കോൺഗ്രസ് എവിടെയായി? നാം എതിർക്കുന്നത് ഒരു വ്യക്തിയെയല്ല, മോദിയെയല്ല, അവർ ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങളെയാണ്. ജനവിരുദ്ധമായ നയങ്ങളെ ജനപക്ഷത്തു നിന്ന് എങ്ങനെ എതിർക്കുന്നു എന്നുള്ളതാണ് രാജ്യം ഉയർന്നു വരുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം. Or you take Article 370 application, the dissolution of the state of Jammu and Kashmir, which was the party that first moved the Supreme Court saying that this is unconstitutional, this should be rejected. It was the CPI. I was allowed by the Supreme Court as the first person
first political leader from Delhi to actually enter Srinagar and meet all the political leaders who were detained there under house arrest. And that was permission given to me on the basis of the Supreme Court permission, because it was the CPIM that consistently opposed the abrogation of Article 370 and the dissolution of the only Muslim majority state in India, that is Jammu and Kashmir, by the Hindu majority or Hindutva majority BJP. Who opposed Modi then and his policies? It was the CPI. ഭരണഘടനയുടെ 370-ാം വകുപ്പ് ഉപയോഗിച്ച് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ ഇല്ലാതാക്കിയ ആ നടപടിയെ ആദ്യമായി ചോദ്യം ചെയ്ത പാർട്ടി CPIM. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയുണ്ടായി. സുപ്രീം കോടതിയിൽ ഞാനാണ് കേസ് കൊടുത്തത്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ, പ്രതിനിധി എന്ന നിലയിൽ. അവിടെ ആ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വീട്ടുതടങ്കലിൽ കഴിയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ടുള്ള ജമ്മു കാശ്മീരിനെ തകർക്കുന്നതിനു വേണ്ടി, ആ ജമ്മു കാശ്മീരിൽ ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ്, CPIM ആണ് എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പിച്ചു പറയാനായി. Or for that matter, take the case of the gang rapists of Bilkis Banu in the Gujarat, the entire horrendous Gujarat communal program. Which was the party that took it to the Supreme Court, saying that these gang rapists should not be pardoned, which they were pardoned under the Modi government and the Union Home Ministry. And finally the Supreme Court reversed that pardon. And today all those 8 people who have been the gang rapists of Bilkis Banu are today back in jail, because it was the CPI that took up this case and fought it in the Supreme Court. Where were the other parties then? ഗുജറാത്തിൽ വലിയ തോതിൽ പീഡനത്തിന്, ലൈംഗിക അതിക്രമത്തിന് ബിൽക്കിസ് ബാനു ഇരയാവുകയുണ്ടായി. അവരും അവരുടെ കുടുംബവും. ആ കേസിൽ പ്രതികളെ ശിക്ഷാവിധിക്ക് ശേഷവും അവർക്ക് പുറത്തിറങ്ങി നടക്കുന്നതിനൊരു തടസ്സവുമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയത് മറ്റൊരു പാർട്ടിയുമല്ല, CPIM ആണ്. ജയിലിൽ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടും പുറത്തുപോയവരെ തിരികെ ജയിലിലേക്ക് കൊണ്ടുവരാൻ 8 പേരെ തിരികെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചതിന് മറ്റൊരു പാർട്ടിയും അതിന് മുൻകൈയെടുക്കാനുണ്ടായില്ല. CPIM ആണ് മുൻകൈയെടുത്തത്, ഇടതുപക്ഷമാണ് മുൻകൈയെടുത്തത് എന്ന് ഈ സന്ദർഭത്തിൽ അറിയുന്നു. Which was the party that went to the Supreme Court opposing the electoral bond, saying that this is the legalization of political corruption? And therefore, we not only opposed this in the Parliament, I was then a member of Parliament that moved amendments which were accepted in the Rajya Sabha. They were reversed by the BJP in the Lok Sabha because of their majority. But then we declared that we will not accept electoral bonds because this is political corruption. We are the only political party, national political party, that did not accept a single paisa from these electoral bonds. And that is why the Supreme Court allowed us to petition against these electoral bonds. And our petition, saying that this is unconstitutional, was upheld by the Supreme Court. And today the electoral bonds are declared illegal and unconstitutional, and that is because the CPI opposed this. ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ അഴിമതിയെ, രാഷ്ട്രീയമായ അഴിമതിയെ നിയമമാക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. അതിനെ രാജ്യസഭയിൽ എതിർക്കുന്നത് CPIM-ന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാനാണ്. എന്നാൽ തുടർന്ന് ഇലക്ടറൽ ബോണ്ട് ലോകസഭയിൽ അവതരിപ്പിച്ചത് പാസാക്കുകയുണ്ടായി. ഇലക്ടറൽ ബോണ്ടിലൂടെ ഒരു നയാ പൈസ വാങ്ങാത്ത പാർട്ടി CPIM ആണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിച്ചു. തുടർന്ന് സുപ്രീം കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ്. അതിന്റെ ഭാഗമായി ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കുന്ന നടപടി സുപ്രീം കോടതി സ്വീകരിച്ചു. ആ നിലയിൽ കോടതിയിൽ പോയി രാഷ്ട്രീയമായ അഴിമതിക്കെതിരായി പോരാട്ടം നടത്തിയത് CPIM ആണ് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുന്നതിൽ അഭിമാനമുണ്ട്.
That is why what you're saying is opposition to Modi means opposition to his policies. And each one of the major policies of Modi, it was the CPI who was in the forefront of opposition. And the same thing against the entire communal agenda and the communal program of the BJP and the RSS. Today, we say secularism today means that we respect and give the right, the state must give the right in the constitution, which it gives, the right to every individual to choose and practice his own religion or faith. He or she can choose whichever God they want to believe in, or people like me can choose to be an atheist and not believe in any God. All of us will have the equal rights that be protected by the state. But religion cannot be made part of politics and cannot be made part of government policy. That is anti-secularism. And that is why, what did we maintain all along? That communalism can be fought only by strict adherence to the principle of secularism. It cannot be fought by compromising with communalism. It cannot be fought saying that I am a better Hindu than you are. Hindu communalism. It can be fought only by saying, you please have faith in your God, I'll have faith in my God. Or I'll have faith being an atheist in no God. But at the same time, respect the Constitution of India and the law of the land. Separate religion from politics and the government. That is the way to fight communism. But instead, what some of the Congress chief ministers did in the last elections, they said if they are going to build the Ram temple, BJP, then I will build the Sita temple. If they are going to have a yatra on saying that in the name of Ram, then we will have a yatra in the name of Ram when he was in the Vanavasa. And they declared a pathway and then they created a big thing. Net result is what? Wherever they compromised with communalism, there all the forces that compromised were defeated by the BJP. Where only they stood firmly against communalism, upholding secularism, that is where communalism was defeated. Now that is what is required. That is why my appeal to the UDF leaders is don't reduce politics to this petty level of have you opposed this, have you opposed that or not. On basis of policies, where do you stand? Where do you stand on the basis of policies? And on that basis, you take your declaration and let us debate those issues. That is why I do not say that you are not anti-Modi to the left and to the CPI. I will go back, I will turn back and ask them, do you have a list of how many Congress leaders have left the Congress party and joined the BJP? Are they anti-communal forces? Why have they left the Congress party and joined the communal party? Therefore, introspect. Introspect on what is happening instead of hurling charges. And the fact of the matter is, today the country has to be saved from these communal forces, and that is the most important task at hand. മോദി ഗവൺമെന്റിന്റെ നയങ്ങളെ വർഗീയ അജണ്ടയെ പ്രതിരോധിക്കേണ്ടതുണ്ട്, മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതുണ്ട്. മതനിരപേക്ഷത എന്നാൽ ഏതു മതം തെരഞ്ഞെടുക്കാൻ, ഏതു മതത്തിലും വിശ്വസിക്കാൻ, വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ, എന്നെപ്പോലെ ഒരു ദൈവത്തിലും മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. സർക്കാർ വർഗീയമായി കാര്യങ്ങളെ കാണുന്നു എന്ന് വന്നാൽ അത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തും. മതനിരപേക്ഷതയ്ക്കെതിരാണ് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുന്നത്. നിങ്ങളുടെ ദൈവം എന്റെ ദൈവം എന്ന നിലയിലുള്ള വ്യത്യാസം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പായി ഉണ്ടാക്കുന്നത് രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന്, മതവുമായി കൂടിക്കലരുന്നതിൽ നിന്ന്, സർക്കാരിന്റെ നയങ്ങളുമായി കൂടിക്കലരുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനാകും. ഇവിടെ ഇപ്പോ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. രാമക്ഷേത്രം, സീതാക്ഷേത്രം എന്ന നിലയിൽ
വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങൾ പണിയുന്നതിലല്ല കാര്യമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ബിജെപിയെ പരാജയപ്പെടുത്താൻ, ബിജെപിയുടെ വർഗീയമായ അജണ്ടയെ നമുക്ക് പരാജയപ്പെടുത്താനാണ് ഞാൻ UDF-നോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്തരം മോദി ഗവൺമെന്റിന്റെ നയപരമായ പ്രശ്നങ്ങളെ നിസ്സാരമായി കാണരുത്. നയങ്ങളെ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടോ എന്നതാണ് ചോദ്യം. എത്ര കോൺഗ്രസിന്റെ നേതാക്കളാണ് ബിജെപിയിലേക്ക് പോയത്? ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണോ പോയത്? വർഗീയ പാർട്ടിയിലേക്ക്, ബിജെപിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ പോകുന്നു എന്ന് വരുന്നത് അത് ആശയപരമായ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. രാജ്യത്തെ വർഗീയ ശക്തികളുടെ പിടിയിൽ അമരുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. That is why today we have to realize that the biggest danger to our country and to our democracy is the assault on the Indian Constitution by the Modi government. During the last 10 years, every one of the 4 foundational pillars of our Constitution, secular democracy, economic sovereignty, federalism, and social justice, each one of these pillars has been systematically assaulted and undermined. Along with this, every single independent institution established by the Constitution as for checks and balances to implement the constitutional values, beginning from the Parliament itself, the judiciary, the Election Commission, the misuse of the investigative agencies of ED and the CBI, all these institutions are being undermined or sought to be used for the BJP's advantage. That is destroying the foundations of our democracy. And that is greater and greater attacks on the democratic rights and civil liberties of our people. Today people are jailed for last 6 years with no charge sheet, no charges proven against them, or even framed against them. Forget being proven against them. But they are in jail. After 6 years, after 8 years, they are released because there is no charge. But they have already been punished by the BJP. Why? Because these are people who expressed their dissent and disagreement with the Modi government and the BJP. That is how democracy and rights of individual rights, democratic rights, are being completely destroyed. If that has to stop, then this Modi government, Modi and the Modi-led BJP must be kept away from holding the government and holding state power. That is the only way in which we can move towards defending and safeguarding our constitution and democracy in our country. രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെയാകെ തകർക്കുകയാണ് മോദി ഗവൺമെന്റ് ചെയ്യുന്നത്. മതനിരപേക്ഷ ജനാധിപത്യം, പാർലമെന്ററി സംവിധാനം, രാജ്യത്തിന്റെ ഫെഡറലിസം എല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണത്തിൽ വെല്ലുവിളിക്കപ്പെടുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഏജൻസികൾ, CBI, ED, അവയെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമായി, ചട്ടുകമായി ഉപയോഗിക്കുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ആവർത്തിച്ച് തകർക്കുന്നു, വെല്ലുവിളിക്കുന്നു. 6 വർഷമായി രാജ്യത്ത് നിരവധി വിചാരണ കൂടാതെ ജയിലിൽ കിടക്കുന്നു. ആ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള അഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ, വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ, നിലപാട് സ്വീകരിക്കുന്നവരെ, വിമർശിക്കുന്നവരെ, അവരെ എല്ലാം ഇല്ലാതാക്കുക, ജയിലിലടയ്ക്കുക എന്ന സമീപനമാണ് മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഭരണഘടനയുടെ നയങ്ങളെ, ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിന് നമ്മുടെ നാട്ടിൽ ശക്തമായ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. നല്ല നിലയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം വർദ്ധിക്കേണ്ടതുണ്ട്. And along with the destruction of Indian democracy and the constitution, this Modi government has now emerged as the most corrupt government in the history of independent India. The electoral bonds have shown how these electoral bonds were procured by the BJP. They use 3 methods. First is straightforward mafia-style extortion.
They tell you, that means a firm, a company, that if you do not buy electoral bonds and donate to the BJP, you will be raided. You will be raided, your company will be raided, you will be arrested, and if you want to prevent that and protect yourself, buy electoral bonds and donate to the BJP. Many companies have donated thousands of crores worth of such electoral bonds to the BJP. Then the second method, you buy electoral bonds and give it to the BJP. In return, we will give you the country's airports, the country's seaports, or we will give you the contracts for defense deals, defense purchases. That is, it is straightforward commission that is being taken for awarding a deal. That is deal making. The third is money laundering. Many companies who have bought crores of electoral bonds are companies which have shown losses in their balance sheets that they filed in the last year. Loss-making companies, how can they buy thousands of crores of electoral bonds? Where has this money come from? This is dangerous. This is dangerous because is this foreign money? Is this money connected with the international drug trade? Is this money connected with all sorts of illegal activities internationally? In which case it is a big threat to country's national security. But this money laundering was the third way in which electoral bonds were collected. The net result, nearly 10,000 crores of rupees was made by the BJP through electoral bonds alone. Then you have the other fund called the PM CARES, which has another 10,000 crores. So what is happening is the loot of the country. The loot of the country by the most corrupt methods and the most corrupt government that we have had. And it is these money laundering cases that the ED and the CBI and the income tax should start probing. They should go and investigate these money laundering evidence. But instead, they are being used to target opposition leaders, to break opposition parties, and to make sure that there is horse trading and people make to join BJP. So such is the manner in which they have given us the most corrupt government and through the process distorted democracy in our country. ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും തകർക്കുന്നതിന് പുറമെ രാഷ്ട്രീയമായ അഴിമതിക്ക് മോദി ഭരണം നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഉദാഹരണമാണ് ഇലക്ടറൽ ബോണ്ട്. 3 നിലയിലാണ് ഇലക്ടറൽ ബോണ്ടിന്റെ ഭാഗമായി രാജ്യത്ത് BJP പണം സമാഹരിച്ചത്. ഒന്ന് മാഫിയ രീതിയാണ്. ഉദാഹരണത്തിന് ചില കമ്പനികളോട് ഇലക്ടറൽ ബോണ്ട് വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം റെയ്ഡ് ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ റെയ്ഡ് ചെയ്യാതിരിക്കാൻ, റെയ്ഡ് ചെയ്താൽ ആ സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ നിങ്ങൾ ഇലക്ടറൽ ബോണ്ടിലൂടെ ഞങ്ങൾക്ക് പണം തന്നില്ലെങ്കിൽ ആ സ്ഥാപനത്തെ പ്രയാസപ്പെടുത്തുമെന്ന് പറയുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ, അതിൽ അവർക്ക് ലാഭമുണ്ടാക്കുന്ന നിലയിൽ നൽകുമ്പോൾ അതിന്റെ ഭാഗമായി ഇലക്ടറൽ ബോണ്ടിലേക്ക് ആ കമ്പനികളിൽ നിന്ന് പണം വാങ്ങുകയാണ്. മൂന്നാമത്തേത്, നമ്മുടെ രാജ്യത്ത് നഷ്ടത്തിലോടുന്ന കമ്പനികളിൽ നിന്നുൾപ്പെടെ പണം ഇലക്ടറൽ ബോണ്ടിലൂടെ BJP വാങ്ങുകയാണ്. അന്തർദേശീയ തലത്തിൽ വിദേശ പണം ഉൾപ്പെടെ സ്വീകരിക്കുന്ന കമ്പനികളിൽ നിന്ന് കമ്പനി നഷ്ടത്തിലാണെങ്കിലും ആ കമ്പനി BJPക്ക് ഇലക്ടറൽ ബോണ്ടിലൂടെ പണം തരണമെന്നാണ് പറയുന്നത്. 10,000 കോടി രൂപ വരെ BJP ഇത്തരത്തിൽ ഇലക്ടറൽ ബോണ്ടിലൂടെ സമാഹരിക്കുകയുണ്ടായി. ഇലക്ടറൽ ബോണ്ടിൽ BJPക്ക് പണം തന്നില്ലെങ്കിൽ അവരെ EDയെ ഉപയോഗപ്പെടുത്തി, CBIയെ ഉപയോഗപ്പെടുത്തി അവർക്ക് എല്ലാ നിലയിലും പ്രയാസം സൃഷ്ടിക്കുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളെ, പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഒന്നുകിൽ അവർ BJPയിൽ ചേരാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന നയങ്ങളാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
That is how the loot is taking place, while the conditions of the people are becoming more and more loaded with misery. Unemployment today is the highest in independent India. Educated unemployment is the worst after independence. 42% of our youth today graduates. Graduate youth, 42% are unemployed. That is how the country's future is being destroyed by these Modi policies. If instead of allowing this country to be looted by his corporate friends, giving them tax concessions, giving them loan waivers to his friends who borrowed from the public sector banks, Mr. Modi's government has waived nearly 16 lakh crores of rupees of loans taken by them. 16 lakh crores. When we say waive 20,000 rupee loan taken by our farmer, our Annadata, because he could not survive, the Modi government refuses. But to this corporate friends, 16 lakh crores. That is how much that is waived. So that is how the loot is going on. If that loot can be stopped and that money invested in building our public infrastructure, thousands of jobs can be created. And our youth, unemployed youth, can find employment. And when they start spending their salaries, our closed MSMEs and closed small-scale industries, all these factories will start reopening. That is how economy can grow. But Modi refuses that because there is no loot possible in that. So what is the result? All the ladies who manage their household budgets, they will be able to tell us, today household savings have reached the rock bottom in independent India. Less than 5% of our GDP. Household borrowings by household has reached the highest level of more than 40% of the GDP. That means the households are borrowing to survive. They cannot survive without borrowing, and they cannot borrow indefinitely. And so the misery of this is actually going to worsen in the days to come. But the Modi government has no answers to this. Neither are they concerned about this. Their whole campaign, even today, is, yesterday was Ram Navami, we built the Ram temple in Ayodhya, so people therefore should vote for us. Those who don't vote are actually, they are enemies of Hindu religion and Ram. This is how they want to rouse passions, sharpen communal polarization. This is something that must not be allowed. And that is why it is necessary to save India today. This BJP government must be defeated, and to defeat the BJP government, the strongest anti-BJP force that consistently fights communalism, that has to be elected, which is the LDF and Comrade Radhakrishnan in your constituency, Alathur. രാജ്യത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എല്ലാം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. മോദിയുടെ ഭരണത്തിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തപ്പെട്ടത് ഈ സന്ദർഭത്തിലാണ്. രാജ്യത്ത് ബിരുദധാരികളായ 42% വരുന്ന ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു കാരണം മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങളാണ്. നികുതി കോർപ്പറേറ്റുകൾക്ക്, കുത്തകകൾക്ക് നികുതി ഇളവ് നൽകുന്നു. അവരുടെ വായ്പകൾ എഴുതിത്തള്ളും. 16 ലക്ഷം കോടി രൂപയാണ് വൻകിട കുത്തകകളുടെ വായ്പ മോദി ഗവൺമെന്റ് എഴുതിത്തള്ളിയത്. 20,000 രൂപ നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട കർഷകൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ ആ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അവരുടെ വസ്തു ലേലം ചെയ്തു കൊണ്ടുപോകും. ആ നിലയിലുള്ള നടപടി സ്വീകരിക്കും. എന്നാൽ 16 ലക്ഷം കോടി രൂപ എടുത്ത വായ്പ കോർപ്പറേറ്റുകൾ, കുത്തകകൾ വായ്പ എടുത്താൽ അവരുടെ വായ്പ മോദി ഗവൺമെന്റ് എഴുതിത്തള്ളുകയും ചെയ്യും. ഈ നയം മോദി തിരുത്തിയാൽ, ഗവൺമെന്റ് തിരുത്തിയാൽ നമ്മുടെ രാജ്യത്ത് 10,000 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ കഴിയും.
നമ്മുടെ നാടിന്റെ വ്യവസായ സംരംഭങ്ങളെ നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയും. സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. എന്നാൽ അതിനൊന്നും അവർ തയ്യാറല്ല. കടം സമ്പാദിക്കുന്നവരുടെ സമ്പാദ്യം ശീലമാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് കഴിയാത്ത സ്ഥിതിയാണ്. കടം വാങ്ങുന്നവരുടെ ശതമാനം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കടം വാങ്ങിയാലേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ ജനങ്ങൾ എത്തുന്ന സ്ഥിതിയാണുള്ളത്. 40% കടം വാങ്ങി മാത്രം മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം നമ്മുടെ രാജ്യത്തെത്തിയിരിക്കുന്നു. കടം വാങ്ങാതെ രക്ഷയില്ല എന്ന നിലയിലേക്ക് രാജ്യത്തെ സാധാരണ മനുഷ്യനെത്തുന്നു. ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ മോദി തയ്യാറല്ല. ഇന്നലെ രാമനവമിയായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ധാരാളം പേർ പോയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിത പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല മോദി ഗവൺമെന്റ് നിലപാടുകളും നയങ്ങളും സ്വീകരിക്കുന്നത്. രാമക്ഷേത്രം പണിതുകൊണ്ട് മാത്രം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാനാകണം. ബിജെപിയെ പരാജയപ്പെടുത്താനാകണം. അതിന് ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിക്കണം. ഈ മണ്ഡലത്തിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് കെ രാധാകൃഷ്ണനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് പാർലമെന്റിലേക്ക് അയക്കാൻ സാധിക്കണം. That is why my appeal to all of you is, in today's conditions, it is absolutely necessary for all Indian patriots to join hands together to save and strengthen the secular democratic character of the Indian Republic, our constitution and democracy. For this, the CPM has appealed to all secular and democratic parties to come together. That's why we played a very important role in the formation of that India grouping. And in that India grouping, we want everybody to come, who are willing to safeguard India today, to come forward and to ensure that the country is safe. But at the same time, this has to be done on the basis of a principled and a steadfast basis, not through compromises, not through vacillations, like what the UDF and the Congress does. It has to be on the basis of a determined decision to save India today. And there, whenever India faces a crisis of this nature, the people of Kerala have always risen to the occasion and shown the Indian people the way forward. You have done this from 1956, from 57. From the time the EMS, first communist government, EMS Namboodiripad government was elected. After that, on every occasion, you have shown. In 2004, you have shown that yes, an alternative government then can be possible only under the leadership of the Congress party. But even then, the people of Kerala, in Kerala, gave the LDF, not the UDF, gave the LDF 18 out of the 20 seats in the Lok Sabha. And it is because of the strength of the 18 seats in the Lok Sabha, we could get many policies and programs which are pro-people implemented. Rural employment guarantee, the right to information, the right to food security, the right of the tribals to their forest lands, the right to education. All this was possible because of a strong left that could pressurize the government to implement pro-people policies. Today, that is what is required. You require a secular government to protect India's constitution and democracy, and at the same time implement pro-people policies in the interest of creating a better India. So that is the tradition of the people of Kerala. You've shown the way. I am appealing to you to once again show the way. Like you showed it in 57, 2004. In 2024, you have to show the way once again, so that India can be safe today, so that we can change India for the better tomorrow. നമ്മുടെ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ, രാജ്യത്തിന്റെ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്.
എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനാണ്. അതിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു നിലയിലുള്ള ഒത്തുതീർപ്പിനും ഇന്ത്യ കൂട്ടായ്മ തയ്യാറാവുകയുമില്ല. രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങൾ, കേരളം ഇന്ത്യക്ക് നിരവധി സന്ദർഭങ്ങളിൽ മാതൃക കാണിച്ചിട്ടുള്ളതാണ്. 1957 ആദ്യത്തെ ഇടതുപക്ഷ മന്ത്രിസഭ കേരളത്തിൽ VMS നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയുണ്ടായി. തുടർന്ന് 2004 കേരളം അത് കാണിച്ചു തന്നു. കേരളത്തിൽ 20 MP-മാരിൽ 18 പേർ ഇടതുപക്ഷത്തിന്റെ MP-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുകയുണ്ടായി. ആ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയ ഒരു ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നു. ആ UPA ഗവൺമെന്റിന്റെ നയങ്ങളെ, നിലപാടുകളെ കൃത്യമായി സ്വാധീനിക്കാൻ ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ് നിരവധിയായ ജനക്ഷേമകരമായ നിയമങ്ങൾ ആ പാർലമെന്റ് പാസാക്കിയത്. തൊഴിലുറപ്പ് നിയമം, വിവരാവകാശ നിയമം, വനാവകാശ നിയമം, ആദിവാസി നിയമം തുടങ്ങിയ സുപ്രധാനമായ നയങ്ങൾ, നിയമങ്ങൾ ആ ഗവൺമെന്റിന് പാസാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുണ്ടായി. രാജ്യത്തിന്റെ ഭരണഘടന, രാജ്യത്തിന്റെ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കേരളം 1957 ഉയർത്തിപ്പിടിച്ച കേരളത്തിൽ ആദ്യമായി വന്ന മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ട സന്ദർഭം പോലെ 2004 18 MP-മാരെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചതുപോലെ 2024 കേരളത്തിൽ നിന്ന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഉറപ്പുള്ള, ചാഞ്ചാട്ടമില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന് നല്ല അംഗബലം നൽകാൻ നാം ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പ്രവർത്തിക്കേണ്ടതുണ്ട്. So therefore, with the confidence that you will live up to your own traditions, your own contributions to strengthening India and to saving India today, so that we can create a better India tomorrow, I am sure that you will elect the LDF with a big margin and the candidate and Comrade K. Radhakrishnan, who has shown his merit and character being a minister in the state government. So I am sure you will elect him with a very big margin and strengthen the struggle for creating a better India after saving India from this Modi government and the RSS. With this confidence, I take leave of you. Thank you. Thank you very much. Thank you, and thank you for your contribution. കേരളത്തിന്റെ പാരമ്പര്യം, കേരളം രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവന, ആ സംഭാവന ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് ശക്തി നൽകാൻ തയ്യാറാകണം. കേരളം കാത്തുസൂക്ഷിച്ച ആ ഇടതു പാരമ്പര്യം നമുക്ക് പൂർണ്ണമായും സംരക്ഷിക്കാനാകണം. അതിന് സഖാവ് കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളയാളാണ്. സഖാവ് കെ രാധാകൃഷ്ണനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം, ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണം. RSS നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ കേരളം ഇടതു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും. നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളേവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്ന പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ. താങ്ക് യു ഡിയർ കോംറേഡ്സ് യെച്ചൂരി കുമാരമല്ലേ. അടുത്തതായി ഈ റാലിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് രാമേന്ദ്രൻ കൃഷ്ണൻ. ബഹുമാനപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനും ആരാധ്യനുമായിട്ടുള്ള CPI MLA